Good afternoon to all. നമ്മൾ കമ്പ്യൂട്ടർ സയൻസിൻ്റെ ലാസ്റ്റ് നമ്മൾ നിർത്തിയത് ഏതായിരുന്നു? ചാപ്റ്റർ 2 എന്തായിരുന്നു ചാപ്റ്ററിൻ്റെ പേര്? കൺസെപ്റ്റ് ഓഫ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്നായിരുന്നു. നമ്മൾ അതിനകത്ത് എന്തൊക്കെ പഠിച്ചിരുന്നു? ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിനകത്ത് നമ്മൾ C++ എന്ന് വെച്ചാൽ എങ്ങനത്തെ പ്രോഗ്രാമിംഗ് ആണ്? ഒരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് C++ എന്ന് പറയുന്നത്. സോ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിൽ നമ്മൾ എന്താ പഠിച്ചത്? പാരാഡിംസ് എന്താണെന്ന് ആദ്യം പഠിച്ചു. പാരാഡിംസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ടൈപ്സ്. വാട്ട് ആർ ദേ? Object oriented paradigms and procedure oriented paradigms. Then we discuss about the features of object oriented programming and procedure oriented programming. Is it? Then പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്തായിരുന്നു? പ്രൊസീജിയർ ഓറിയൻറ്റഡ് ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്തു. ദെൻ വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്ന് ഡിസ്കസ് ചെയ്തു. ഇത്രയാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ നിർത്തിയത്. ഓക്കെ, ദെൻ അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നമ്മൾ അടുത്ത പഠിക്കാൻ പോണത് ബേസ് കൺസെപ്റ്റ് ഓഫ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിൻ്റെ മെയിൻ ആയിട്ടുള്ള കൺസെപ്റ്റുകൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഇനി അടുത്ത സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോണത്. സോ ഇത് വെരി ഇമ്പോർട്ടൻറ്റ് സെക്ഷനാണ്, എപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളതാണ് ഈ സെക്ഷനിൽ നിന്ന്. ഓക്കെ, അപ്പോൾ ബേസിക് കൺസെപ്റ്റ് ഓഫ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് മെയിൻ ആയിട്ട് 7 കൺസെപ്റ്റുകളാണ് ഉള്ളത്. ഈ ചാപ്റ്ററിൽ ഈ ഓരോ കൺസെപ്റ്റും എന്താണെന്ന് പഠിക്കുക, അത്രയാണ് ഈ ചാപ്റ്ററിൽ ഇനി പഠിക്കാനുള്ളൂ. അപ്പോൾ 7 കൺസെപ്റ്റുകളാണ് ഉള്ളത്. ഏതൊക്കെയാണ് കൺസെപ്റ്റ് എന്ന് നോക്കിയേ. ഒബ്ജക്ട്സ് എന്ത്? ഒബ്ജക്ട്സ്, ക്ലാസ്, ഡാറ്റ അബ്സ്ട്രാക്ഷൻ, ഡാറ്റ എൻക്യാപ്സുലേഷൻ, modularity, inheritance and polymorphism. These are the basic concept of object oriented programming. എത്ര കൺസെപ്റ്റ് ഉണ്ട്? 7 കൺസെപ്റ്റ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? ഒബ്ജക്ട്സ്, ക്ലാസ്, ഡാറ്റ അബ്സ്ട്രാക്ഷൻ, ഡാറ്റ എൻക്യാപ്സുലേഷൻ, മോഡുലാരിറ്റി, ഇൻഹെറിറ്റൻസ് ആൻഡ് പോളിമോർഫിസം. ഇനി നമുക്ക് ഓരോന്നും എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് ഒബ്ജക്ട്സ് എന്താണ്. എന്തായിരിക്കും ഒരു ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇപ്പം നിങ്ങൾ കെമിസ്ട്രിയിലൊക്കെ ഒബ്ജക്റ്റ് എല്ലാത്തിലും നമ്മൾ ഒബ്ജക്റ്റ് എന്ന് കേൾക്കുന്നുണ്ട്. ഫിസിക്സിലായാലും ഒബ്ജക്ട്സ് എന്ന് കേൾക്കുന്നുണ്ട്. എന്താ ഒബ്ജക്റ്റ്? നമ്മുടെ റിയൽ വേൾഡ് മോഡൽസ്, അതായത് ഏത് ഇപ്പം ഒരു പെൻ അല്ലെങ്കിൽ ഒരു ബോക്സ്, ഒരു സ്റ്റുഡൻറ്റിൻ്റെ പേര്, അല്ലെങ്കിൽ ഒരു TV, ഇതെല്ലാം എന്തിന് എക്സാമ്പിൾസ് ആയിട്ട് പറയാം? നമുക്ക് ഒരു ഒബ്ജക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. സോ ഒബ്ജക്ട്സ് ആർ ദ റിയൽ വേൾഡ് ഒബ്ജക്ട്സ് സച്ച് ആസ് പേഴ്സൺ, സ്റ്റുഡൻറ്റ്, ബുക്ക്, കാർ, TV, അങ്ങനെ എന്ത് സാധനത്തിനും നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാം? ഓരോ ഒബ്ജക്ട്സ് ആയിട്ട് എടുക്കാം. അത് തന്നെയാണ് നമ്മുടെ C++ലെയും എന്തെന്ന് പറയുന്നത്? ഒരു ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ചിലപ്പോൾ A എന്ന് പറഞ്ഞൊരു വേരിയബിൾ, അതിന് നമുക്ക് എന്തായിട്ട് എടുക്കാം? ഒബ്ജക്റ്റ് ആയിട്ട് എടുക്കാം. അപ്പം വേരിയബിൾസും നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും? ഓരോരോ ഒബ്ജക്ട്സ് ആയിട്ട് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റും. ഒരു ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഒബ്ജക്ട്സ് ആർ എ കോമ്പിനേഷൻ ഓഫ് ഡാറ്റ ആൻഡ് ഫംഗ്ഷൻ. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഒരു ഒബ്ജക്റ്റ് എന്തിൻ്റെയൊക്കെ കോമ്പിനേഷൻ ആയിരിക്കും? അതിൽ ഡാറ്റ ഉണ്ടായിരിക്കും, ഫംഗ്ഷനും. അപ്പോൾ ഡാറ്റയും ഫംഗ്ഷനും കൂടെ ചേർന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഒരു ഒബ്ജക്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഒബ്ജക്റ്റിന് ഡാറ്റയും ഫംഗ്ഷനും ഉണ്ടെങ്കിൽ അതിന് എന്തുണ്ടെന്ന മീനിങ്? അതിനൊരു ഐഡന്റിറ്റി ഉണ്ടായിരിക്കും, ഇല്ലെങ്കിൽ ഒരു ബിഹേവിയർ ഉണ്ടായിരിക്കും. അപ്പോൾ ഓരോ ഒബ്ജക്റ്റ്, ഇപ്പം ഞാൻ ആപ്പിൾ എന്ന് എടുക്കാമെന്ന് വെച്ചോ. ആ ആപ്പിൾ എന്ന് പറഞ്ഞൊരു ഒബ്ജക്റ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ഐഡന്റിഫിക്കേഷൻ എന്താണ്? ആപ്പിളിൻ്റെ ഷേപ്പ് റൗണ്ട് ഷേപ്പാണ്. അത് റെഡ് കളർ ആയിരിക്കും ഷേപ്പ്. ദെൻ അതൊരു ഫ്രൂട്ടാണ്. അപ്പോൾ അതിന് ഓരോ തിന്നു കഴിഞ്ഞാൽ ലൈറ്റ് മധുരം ഉള്ളതായിരിക്കും, ഇല്ലേ? അപ്പോൾ അതാണ് അതിൻ്റെ എന്തെന്ന് പറയുന്നത്? ഐഡന്റിറ്റിയും ബിഹേവിയർ ആയിട്ട് കാണിച്ചത്. അപ്പോൾ ഏത് ഒബ്ജക്റ്റ് എടുത്തു കഴിഞ്ഞാലും അതിന് എന്തുണ്ടായിരിക്കും? ഓരോ ഐഡന്റിറ്റിയും ഉണ്ടായിരിക്കും, അതിനൊരു ബിഹേവിയറും ഉണ്ടായിരിക്കും. And object interact with each other by sending. ഓരോ ഒബ്ജക്റ്റുകളും ഇന്ററാക്ട് ചെയ്യണ നമ്മുടെ C++ലോട്ട് വരുമ്പോൾ ഓരോ ഒബ്ജക്റ്റും ഇന്ററാക്ട് ചെയ്യണത് എങ്ങനെയായിരിക്കും? മെസ്സേജസ് സെൻഡ് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? ഓരോ ഒബ്ജക്റ്റും ഇന്ററാക്ട് ചെയ്യണത്. ഇനി ഒരു ഇപ്പം നമ്മൾ പ്രോഗ്രാമിലോട്ട്, ഇപ്പം റിയൽ വേൾഡിലെ എക്സാമ്പിളാണ് ഇപ്പം നമ്മൾ ഒബ്ജക്റ്റ് പറഞ്ഞത്. ഇനി നമ്മൾ പ്രോഗ്രാമിലോട്ട് വരുമ്പോഴത്തേക്കും ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ ഒരു ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ, ഒരു ഒബ്ജക്റ്റിൻ്റെ ഫംഗ്ഷൻ ഇൻസൈഡ് ആൻ ഒബ്ജക്റ്റിൻ്റെ ഉള്ളിലുള്ള ഫംഗ്ഷനെയാണ് നമ്മൾ എന്താണ്? മെമ്പർ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഒബ്ജക്റ്റിൻ്റെ ഉള്ളിലുള്ള ഫംഗ്ഷൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മെമ്പർ ഫംഗ്ഷൻ എന്നുള്ള പേരും അതിനകത്തുള്ള ഡാറ്റയെ എന്തെന്ന് പറയും? മെമ്പേഴ്സ് എന്ന് പറയും. അതായത് ഒരു ഒബ്ജക്റ്റിൽ എന്തൊക്കെ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു? ഡാറ്റ ഉണ്ടാവും, അതുപോലെ ഫംഗ്ഷൻ ഉണ്ടാവും പറഞ്ഞു. അപ്പോൾ അതിനകത്തുള്ള ഡാറ്റേനെ പറയുന്നതാണ് മെമ്പേഴ്സ് എന്നും അതിലുള്ള ഫംഗ്ഷനെ പറയുന്ന പേരാണ് മെമ്പർ ഫംഗ്ഷൻസ് എന്നും. ഇസ് ഇറ്റ് ക്ലിയർ? അതിന് എക്സാമ്പിൾസ്, ഒരു ഒബ്ജക്റ്റിന് എക്സാമ്പിൾസിലാണ് താഴെ പറഞ്ഞേക്കുന്നത്. ആപ്പിൾ, ഓറഞ്ച്, ബസ്, ബുക്ക്, സ്റ്റുഡൻറ്റ്, കാർ, ഇതെല്ലാം എന്തിന് എക്സാമ്പിൾസ് ആയിട്ട് പറയാം? ഓരോ ഒബ്ജക്ട്സിന് എക്സാമ്പിൾ ആയിട്ട് പറയാം. അപ്പോൾ ഓരോ ഒബ്ജക്റ്റിനും അപ്പോൾ അതിൻ്റെതായ ഇപ്പോൾ ആപ്പിളിന് അതിൻ്റെതായ ഒരു ബിഹേവിയർ ഉണ്ട്. ആപ്പിളിൻ്റെ ബിഹേവിയർ തന്നെയാണ് ഓറഞ്ചിന്? അല്ല. അപ്പം അതിന് കളർ തന്നെ ഡിഫറെൻറ്റാണ്. അപ്പം അതുപോലെ ഓറഞ്ചിൻ്റെ ബിഹേവിയർ ആണോ ബസ്സിന്? അല്ല. അപ്പോൾ ഓരോ ഒബ്ജക്ട്സിനും അതിൻ്റെതായ എന്തുണ്ടായിരിക്കും? ഐഡന്റിറ്റിയും ബിഹേവിയറും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു ഒബ്ജക്റ്റിനകത്ത് എന്തൊക്കെ ഉണ്ടാവും? ഡാറ്റ ഉണ്ടാവും, ഫംഗ്ഷനും ഉണ്ടാവും. അപ്പോൾ അതിനകത്തുള്ള ഡാറ്റേനെ നമ്മൾ പറയുന്ന പേരാണ് മെമ്പേഴ്സ് എന്നുള്ളത്, ഫംഗ്ഷനെ പറയുന്ന പേരാണ് മെമ്പർ ഫംഗ്ഷൻ എന്നുള്ളത്. മനസ്സിലായോ ഒബ്ജക്റ്റ് എന്താന്ന്?
ഇനി അടുത്തതാണ് ക്ലാസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ കൺസെപ്റ്റ് ആണ്. C++ലെ രണ്ടാമത്തെ കൺസെപ്റ്റ് ആണ് ക്ലാസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നേരത്തെ നമ്മൾ ഒബ്ജക്റ്റുകൾ പറഞ്ഞു. അപ്പോൾ ഒബ്ജക്റ്റിൽ ഇപ്പോൾ നിങ്ങളുടെ ക്ലാസ്സിലുള്ള ഓരോ കുട്ടികളെ എനിക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാം? നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഇതിലോട്ട് പറയുമ്പോൾ ഓരോ സ്റ്റുഡൻസിനെ നമുക്ക് ഓരോരോ ഒബ്ജക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം അല്ലേ? അപ്പോൾ നിങ്ങൾ ഇത്രയും സ്റ്റുഡൻസും കൂടെ ചേരുമ്പോഴത്തേക്ക് അവിടെ എന്ത് ഫോം ചെയ്യും? ഒരു ക്ലാസ്സിലെ കുട്ടികൾ ഫോം ചെയ്യും. മനസ്സിലാവണുണ്ടോ? അപ്പോൾ ക്ലാസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഗ്രൂപ്പ് ഓഫ് ഒബ്ജക്റ്റ്, അതായത് ഒബ്ജക്റ്റുകളുടെ കളക്ഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസ്, ഇപ്പോൾ ബയോ എന്ന് പറഞ്ഞൊരു ക്ലാസ് ഉണ്ട്, ദെൻ കൊമേഴ്സ് എന്ന് പറഞ്ഞൊരു ക്ലാസ് ഉണ്ട് ഇല്ലേ? അപ്പോൾ ബയോ എന്ന് പറഞ്ഞ ക്ലാസ്സിന്റെ ഫീച്ചർ എന്താ? അതിനകത്തുള്ള സ്റ്റുഡൻസുകൾ എന്താ എടുത്തേക്കണത്? ബയോളജി എടുത്തേക്കണോണ്ടാണ് അതിനെന്തായത്? ബയോളജി സ്റ്റുഡൻസ് ആയി മാറിയത്. ഓക്കെ, കമ്പ്യൂട്ടർ സയൻസ് ആരാകുമ്പോൾ എന്തായിട്ട് മാറും? കമ്പ്യൂട്ടർ സയൻസ് സബ്ജക്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു ക്ലാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഗ്രൂപ്പ് ഓഫ് ഒബ്ജക്റ്റ് ഉണ്ടാവും. ആ ഗ്രൂപ്പ് ഓഫ് ഒബ്ജക്റ്റിന് എന്താ കോമൺ ഫീച്ചേഴ്സുകൾ ഉണ്ടായിരിക്കും. അതേസമയം ഒരു അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ ക്ലാസ് എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ഒബ്ജക്ട്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഒരു ക്ലാസ് എന്ന് പറയുന്നത്. ഓരോ ക്ലാസ്സിലും എന്തുണ്ടാവും? അതിൻ്റെതായ കോമൺ ഫീച്ചേഴ്സുകൾ ഉണ്ടായിരിക്കും. ഓക്കെ, കോമൺ ഫീച്ചേഴ്സ് ഷെയർ ചെയ്യും ഓരോ ക്ലാസ്സുകാരും. എ ക്ലാസ് ഈസ് എ കളക്ഷൻ ഓഫ് ഒബ്ജക്റ്റ് ആൻഡ് ക്ലാസ്സസ് ആർ ഒരു യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ് ആണ് എന്തെന്ന് പറയുന്നത്? ക്ലാസ് എന്ന് പറയുന്നത്. നമ്മൾ സ്ട്രക്ചർ പഠിച്ചില്ലേ? യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ്. അതുപോലെ തന്നെയാണ് എന്തെന്ന് പറയുന്നതും ക്ലാസ് എന്ന് പറയുന്നത്. ക്ലാസ്സസ് ആർ യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ് വിച്ച് കണ്ടെയ്ൻ ബോത്ത് ഡാറ്റ ആൻഡ് ഫംഗ്ഷൻ. എന്ന് വെച്ചാൽ ഒബ്ജക്റ്റിന്റെ ഒരു കളക്ഷൻ ആണ് ക്ലാസ്. അപ്പോൾ ക്ലാസ്സിനകത്ത് എന്തൊക്കെ തന്നെ ഉണ്ടായിരിക്കും? ഡാറ്റയും ഫംഗ്ഷൻസും ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി ആൻ ഒബ്ജക്റ്റ് ഈസ് ആൻ ഇൻസ്റ്റൻസ് ഓഫ് ക്ലാസ്. ഒബ്ജക്റ്റ് നമുക്കൊരു ക്ലാസിന്റെ ഇൻസ്റ്റൻസ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒബ്ജക്ട്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണത് എങ്ങനെയായിരിക്കും? മെസ്സേജസ് പാസ് ചെയ്തിട്ടായിരിക്കും ഓരോ ഒബ്ജക്റ്റും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണത്. ഇനി ക്ലാസ്സിന് വേറൊരു ഡെഫിനിഷൻ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. എ ക്ലാസ് ഈസ് എ പ്രോട്ടോടൈപ്പ് ഓർ ബ്ലൂ പ്രിന്റ് ദാറ്റ് ഡിഫൈൻസ് ഡാറ്റ ആൻഡ് ഫംഗ്ഷൻ കോമൺ ടു ഓൾ ഒബ്ജക്റ്റ് ഇൻ എ പർട്ടിക്കുലർ ടൈപ്പ്. അതായത് ഒരു പർട്ടിക്കുലർ ടൈപ്പുള്ള കുറേ ഒബ്ജക്റ്റുകളിൽ ചേർത്ത് വെക്കണേനെയാണ് നമുക്ക് എന്തെന്ന് പറയാൻ പറ്റുന്നത്? ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് എന്തുണ്ടായിരിക്കും? ഡാറ്റയും ഫംഗ്ഷൻസും ഉണ്ടായിരിക്കും. ഇല്ലെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള ഡെഫിനിഷൻ പഠിച്ചാൽ മതി. ക്ലാസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് ഒബ്ജക്റ്റ് ദാറ്റ് ക്യാൻ ഷെയർ കോമൺ പ്രോപ്പർട്ടീസ് ആൻഡ് റിലേഷൻഷിപ്പ് എന്ന് വന്നാൽ കറക്റ്റ് ആയിരിക്കും. സോ എ ക്ലാസ് ഈസ് എ കളക്ഷൻ ഓഫ് ഒബ്ജക്റ്റ് ഓർ ഗ്രൂപ്പ് ഓഫ് ഒബ്ജക്റ്റ് ദാറ്റ് ക്യാൻ ഷെയർ കോമൺ പ്രോപ്പർട്ടീസ് ആൻഡ് റിലേഷൻഷിപ്പ്. കോമൺ പ്രോപ്പർട്ടീസും റിലേഷൻഷിപ്പും ഷെയർ ചെയ്യണ കുറേ ഗ്രൂപ്പ് ഓഫ് ഒബ്ജക്റ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ക്ലാസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ക്ലാസ്സിന് വേണമെങ്കിൽ നമുക്ക് വേറെ ഡെഫിനിഷൻ കൊടുക്കാം. എ ക്ലാസ് ഈസ് എ prototype or blueprint that defines data and function common to all object of a particular type. ഇനി ഒരു ഒബ്ജക്റ്റ് എന്ന് വെച്ചാൽ എന്താ? ഒരു ഇൻസ്റ്റൻസ് ഓഫ് ക്ലാസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഒരു ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ ക്ലാസ്സും ഒബ്ജക്റ്റും വെരി ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ട് ഇസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ക്ലാസ് ആൻഡ് ഒബ്ജക്റ്റ് എന്ന് എപ്പോഴും ചോദിക്കാറുണ്ട്. ഒബ്ജക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റിയൽ ടൈം എൻറ്റിറ്റി ആണ്. ക്ലാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് ഒബ്ജക്റ്റ് ആണ്. ഓക്കെ, ഞാൻ താഴെ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ബേർഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ബേർഡ്സ് എന്തിന് എക്സാമ്പിൾ? ഒരു ക്ലാസ്സിൽ പറയാം. അതിൽ പല ബേർഡ്സുകളുണ്ട് ഇല്ലേ? അപ്പോൾ അതിൽ പാരറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തായിട്ട് കൺസിഡർ? ഒരു ഒബ്ജക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അതുപോലെ ഫ്രൂട്ട് എന്ന് പറയുന്ന ഒരു വലിയൊരു ക്ലാസ്. ഓക്കെ, അതിനകത്ത് ആപ്പിൾ, ഓറഞ്ച്, മാംഗോ എന്നൊക്കെ പറഞ്ഞാൽ അതിനകത്ത് എന്തായിട്ട് വരും? ഓരോരോ ഒബ്ജക്ട്സ് ആയിട്ട് പറയും. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിൾ പറയുന്നത് കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുന്ന ഒരു ക്ലാസ്. അതിനകത്ത് നിങ്ങൾ ഓരോരുത്തരും എന്തായിട്ട് മാറും? ഓരോരോ ഒബ്ജക്റ്റുകളായിട്ട് മാറും. ഓക്കെ, മനസ്സിലായോ? ക്ലാസ്സും ഒബ്ജക്റ്റ്. ഇനി അടുത്ത നമ്മൾ പറയാൻ പോണത് ഡാറ്റ അബ്സ്ട്രാക്ഷൻ ആണ്. ഡാറ്റ അബ്സ്ട്രാക്ട് ചെയ്യാന്ന് വെച്ചാൽ എന്താ? വേണ്ടത് മാത്രം എടുക്കുക. അതായത് ഡാറ്റ അബ്സ്ട്രാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എസെൻഷ്യൽ ഫീച്ചേഴ്സ് മാത്രം കാണിച്ചിട്ട് ഉള്ളിൽ നടക്കുന്ന പ്രോസസ്സിനെ ഹൈഡ് ചെയ്ത് വെക്കണേനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡാറ്റ അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. So abstraction refers to displaying essential features by hiding other details. ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഹൈഡ് ചെയ്ത് വെച്ചിട്ട് എസെൻഷ്യൽ ഫീച്ചേഴ്സ് മാത്രം ഡിസ്പ്ലേ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? ഡാറ്റ അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? എസെൻഷ്യൽ ഫീച്ചേഴ്സ് മാത്രം കാണിച്ചിട്ട് ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസ് ഹൈഡ് ചെയ്ത് വെക്കുന്ന പ്രോസസ്സാണ് എന്തെന്ന് പറയുന്നത്? ഡാറ്റ അബ്സ്ട്രാക്ഷൻ. എല്ലാത്തിൻ്റെയും ഡെഫിനിഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് എപ്പോഴും എക്സാമിന് ചോദിക്കാറുള്ളതാണ്. ഇനി ഡാറ്റ അബ്സ്ട്രാക്ഷൻ സെപ്പറേറ്റ്സ് ഇന്റർഫേസ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ. ഇന്റർഫേസ് എന്നുള്ള വേറെ സെക്ഷൻ ആയിരിക്കും, ഇംപ്ലിമെന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ സെക്ഷൻ ആയിരിക്കും. അപ്പോൾ അതിൽ എന്താണ്? രണ്ടും സെപ്പറേറ്റ് ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യുന്നത്. ഇനി അബ്സ്ട്രാക്ഷൻ പ്രൊവൈഡ്സ് ഡാറ്റ സെക്യൂരിറ്റി. അബ്സ്ട്രാക്ട് ചെയ്യുമ്പോഴത്തേക്ക് എന്തുകൊണ്ടാണ്? അപ്പോൾ അതിന് കൂടുതൽ ഡാറ്റയ്ക്ക് കൂടുതൽ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും.
ഇപ്പോൾ ഒരു എക്സാമ്പിൾ നമ്മുടെ ATM, അതായത് നമ്മുടെ ATM കൗണ്ടറിൽ നിങ്ങൾ ചെന്ന് കാശ് ഡെബിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ATM കൗണ്ടറിൽ ചെന്നു, നമ്മുടെ കാർഡ് സ്വൈപ്പ് ചെയ്തു, കാർഡ് ഇടുമ്പോഴത്തേക്കും പിൻ കോഡ് കൊടുത്തു, നമ്മുടെ പിൻ കോഡ് കൊടുത്ത് നമ്മളത് എടുത്തു, കാശ് വിഡ്രോ ചെയ്തു. കാശ് വിഡ്രോ ചെയ്യുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്ത് ചെയ്യും, നമ്മൾ കാശ് എമൗണ്ട് അടിക്കുന്നു, കാശ് കയ്യിലോട്ട് കിട്ടുന്നു, ഇത്രേ നടക്കുള്ളൂ. പക്ഷേ അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന പ്രോസസ്സ് എന്താണെന്ന് നമ്മളെ കാണിക്കുന്നുണ്ടോ? ഇല്ല. പക്ഷെ അത് ബാങ്കിൽ അതിൻ്റെ പ്രോസസ്സിങ് നടക്കുന്നുണ്ട്. അവിടെ എന്ത് സംഭവിക്കും, നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് നമ്മൾ എത്ര രൂപയാണോ ഡെബിറ്റ് ചെയ്തത് അതനുസരിച്ചുള്ള ബാക്കി എമൗണ്ട് ആയിരിക്കും നമ്മുടെ കറണ്ട് ബാലൻസ് ആയിട്ട് ഇപ്പോൾ അക്കൗണ്ടിൽ വന്ന് കിടക്കുന്നത്. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ കാശ് നമ്പർ അടിക്കുന്നു, എമൗണ്ട് അടിക്കുന്നു, കയ്യിലോട്ട് കാശ് കിട്ടുന്നു, ഉള്ളിൽ എന്ത് നടക്കണമെന്ന് നമുക്ക് കാണാനായിട്ട് പറ്റുന്നില്ല. ദാറ്റ് പ്രോസസ്സ് തന്നെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡാറ്റ അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. So abstraction refers to the displaying essential features by hiding other details. വേണ്ട ഇപ്പം നമുക്ക് എമൗണ്ട് ആണ് വേണ്ടത്, നമുക്ക് കാശ് വേണം, ആ കാശ് കിട്ടുന്നുണ്ട്, പക്ഷേ ഉള്ളിൽ എങ്ങനെ പ്രോസസ്സ് നടക്കണം എന്നുള്ള കാര്യങ്ങളൊന്നും നമ്മൾ കാണിച്ചു തന്നില്ല. ആ മെത്തേഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡാറ്റ അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് ഡാറ്റ എൻക്യാപ്സുലേഷൻ. ഡാറ്റ എൻക്യാപ്സുലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാറ്റേനെയും ഫംഗ്ഷനെയും ഒരുമിച്ച് ഒരു സിംഗിൾ യൂണിറ്റിലാക്കുന്ന പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുന്നത്, ഡാറ്റ എൻക്യാപ്സുലേഷൻ. സോ റാപ്പിംഗ് അപ്പ് ഓഫ് ഡാറ്റ ആൻഡ് ഫംഗ്ഷൻസ് ഇൻ ടു എ സിംഗിൾ യൂണിറ്റ് ഈസ് കോൾഡ് എൻക്യാപ്സുലേഷൻ. ഡാറ്റയും ഫംഗ്ഷനും കൂടെ ഒരുമിച്ച് വന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, എൻക്യാപ്സുലേഷൻ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഡാറ്റേനെയും ഫംഗ്ഷനെയും കൂടെ നമ്മൾ ഒരുമിച്ച് സെക്യൂർ ആയിട്ട് വെക്കുമ്പോൾ എന്ത് സംഭവിക്കും, നല്ല ഡാറ്റയ്ക്ക് നല്ല സെക്യൂരിറ്റി കൊടുക്കാനായിട്ട് പറ്റും. അതായത് ഇറ്റ് പ്രിവെൻറ്റ്സ് ഡാറ്റ ഫ്രം ആക്സിഡൻ്റൽ മോഡിഫിക്കേഷൻ ബൈ എക്സ്റ്റേണൽ ഫംഗ്ഷൻ. വേറെ ഫംഗ്ഷനിലൊക്കെ നമ്മൾ ഈ വേരിയബിളൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ കൺഫ്യൂഷനും മോഡിഫിക്കേഷനും ഒക്കെ അവോയ്ഡ് ചെയ്യാൻ എന്തിൽ പറ്റും, എൻക്യാപ്സുലേഷനിലൂടെ സാധിക്കും. We can control the access on data by defining the access members. അതായത് നമുക്കിപ്പോൾ കുറേ ഡാറ്റ ഉണ്ട്, ഇപ്പോൾ ഡാറ്റനെ എല്ലാവർക്കും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, വേണ്ടവർക്ക് മാത്രം കൊടുത്താൽ മതിയാവുമല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യണമെങ്കിൽ നമുക്ക് അതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ആക്സസ് മോഡിഫയർ എന്ന് പറയുന്നത്. ആക്സസ് മോഡിഫയേഴ്സ് മെയിനായിട്ട് 3 രീതിയിലുണ്ട്: പബ്ലിക്, പ്രൈവറ്റ്, പ്രൊട്ടക്റ്റഡ്. പബ്ലിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും കൊടുക്കാം. പ്രൈവറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പറയുന്ന ആൾക്കാർക്ക് മാത്രമേ ആ ഡാറ്റ കൊടുക്കുകയുള്ളൂ. പ്രൊട്ടക്റ്റഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിന് പഠിക്കാൻ പോകുന്ന ഒരു ഡിറൈവ് ചെയ്യണ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ക്ലാസ്സുകൾക്കും ഓൾറെഡി ഉള്ള ക്ലാസ്സിനും ഷെയർ ചെയ്യാൻ മാത്രമാണ് പ്രൊട്ടക്റ്റഡ് കൊടുക്കുന്നത്. അപ്പം ഡാറ്റേനെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് എന്തിലൂടെ നടക്കുന്നത്, ഡാറ്റ എൻക്യാപ്സുലേഷനിലൂടെ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ റാപ്പിംഗ് ഓഫ് ഡാറ്റ ആൻഡ് ഫംഗ്ഷൻസ് ഇൻ ടു എ സിംഗിൾ യൂണിറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, എൻക്യാപ്സുലേഷൻ എന്ന് പറയുന്നത്. എൻക്യാപ്സുലേഷനിലൂടെ നമുക്ക് ഡാറ്റേനെ പലതിൽ നിന്നും പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് വേണ്ടി ഡാറ്റേനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്, ആക്സസ് മോഡിഫയേഴ്സ് എന്ന് പറയുന്നത്. ആക്സസ് മോഡിഫയേഴ്സ് മെയിനായിട്ട് 3 ടൈപ്സ് ആണുള്ളത്: പ്രൈവറ്റ്, പബ്ലിക്, പ്രൊട്ടക്റ്റഡ്. പബ്ലിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ വി ക്യാൻ യൂസ് എവരിവെയർ ഇൻ ദ ഡാറ്റ, എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. പ്രൈവറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിതിൻ ദ ലിമിറ്റിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡാറ്റേനെ യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പ്രൊട്ടക്റ്റഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതുതായിട്ട് ഡിറൈവ് ചെയ്ത ക്ലാസ്സുകളിൽ മാത്രമേ നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, പുതിയ ഡാറ്റ യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നെക്സ്റ്റ് കൺസെപ്റ്റ് ആണ് മോഡുലാരിറ്റി. മോഡുലാരിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രോസസ് ബൈ വിച്ച് എ ലാർജ് പ്രോഗ്രാം ഈസ് സബ് ഡിവൈഡഡ് ഇൻ ടു സ്മോളർ പ്രോഗ്രാം. ലാർജ് പ്രോഗ്രാമിന് ചെറിയ ചെറിയ പ്രോഗ്രാംസ് ആയിട്ട് സബ് ഡിവൈഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മോഡുലാരിറ്റി എന്ന് പറയുന്നത്. ഇങ്ങനെ ചെറിയ ചെറിയ പ്രോഗ്രാമായിട്ട് ഡിവൈഡ് ചെയ്യുന്ന ഓരോ ചെറിയ പ്രോഗ്രാമിനെ മൊഡ്യൂൾസ് ഇല്ലെങ്കിൽ ഫങ്ഷൻസ് എന്നാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെ ചെയ്യുന്ന പ്രോഗ്രാമിങ്ങിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മോഡുലാർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. മനസ്സിലായോ? മോഡുലാരിറ്റി എന്ന് വെച്ചാൽ എന്താണ്, ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ബ്രേക്കിംഗ് എ ലാർജ് പ്രോഗ്രാം ഇൻ ടു സ്മോൾ സബ് പ്രോഗ്രാംസ് ആൻഡ് ഈച്ച് സബ് പ്രോഗ്രാം ഈസ് കോൾഡ് മൊഡ്യൂൾസ് ഓർ ഫങ്ഷൻസ്. And this type of programming is known as modular programming. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, നമ്മുടെ സ്കൂളിൻ്റെ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കി. ആ സോഫ്റ്റ്വെയറിലെ 2 സെക്ഷൻസ് ആണ്, സ്റ്റുഡൻസും ടീച്ചറും, വേണമെങ്കിൽ പ്രിൻസിപ്പളും വേറെ ആക്കാം. ഇപ്പം ഞാൻ 2 എഴുതിയാണ്, സ്റ്റുഡൻസും ടീച്ചേഴ്സും. അപ്പോൾ സ്റ്റുഡൻ്റ് എന്ന് പറയുന്നത് വേറൊരു ഫംഗ്ഷൻ ആയിരിക്കും, ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ വേറൊരു ഫംഗ്ഷൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു പ്രോഗ്രാമിനെ 2 സെക്ഷൻസ് ആയിട്ട് 2 ഫംഗ്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തേക്കുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മോഡുലാരിറ്റി എന്ന് പറയുന്നത്. മനസ്സിലായോ ഇത്രയും? ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ. അപ്പം നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്, ബേസിക് കൺസെപ്റ്റ് ഓഫ് ഊപ്സ് ആണ് പറഞ്ഞത്. ഊപ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ്. ബേസിക് കൺസെപ്റ്റ് എത്ര ഉണ്ട്, 7 ബേസിക് കൺസെപ്റ്റ് ആണ് ഉള്ളത്. ഏതൊക്കെയാ, ഒബ്ജക്റ്റ് ഉണ്ട്, ക്ലാസ് ഉണ്ട്, ഡാറ്റ അബ്സ്ട്രാക്ഷൻ, ഡാറ്റ എൻക്യാപ്സുലേഷൻ, മോഡുലാരിറ്റി.
ഇൻഹെറിറ്റൻസ് ആൻഡ് പോളിമോർഫിസം. ഓക്കെ, അപ്പോൾ അതിൽ 5 എണ്ണമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ആദ്യം എന്താ പറഞ്ഞത്, ഒബ്ജക്റ്റ് എന്താന്ന് പറഞ്ഞു. ഒബ്ജക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റിയൽ വേൾഡ് ഇൻസ്റ്റൻസിനെ അല്ലെങ്കിൽ റിയൽ വേൾഡിലുള്ള ഏത് ഒബ്ജക്ട്സിനെ നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാം, ഒരു ഒബ്ജക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ആ ഓരോ ഒബ്ജക്ട്സിനും അതിൻ്റെതായ ബിഹേവിയറും ഐഡന്റിറ്റിയും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു ഒബ്ജക്റ്റ് എന്ന് വെച്ചാൽ എന്താ, ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ഡാറ്റ ആൻഡ് ഫങ്ഷൻസ്. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് ക്ലാസ് ആണ്. ക്ലാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് ഒബ്ജക്റ്റ് ദാറ്റ് ക്യാൻ ഷെയർ കോമൺ പ്രോപ്പർട്ടീസ് ആൻഡ് റിലേഷൻഷിപ്പ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫ്രൂട്ട് എന്ന് പറയുന്നത് ഒരു ക്ലാസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഫ്രൂട്ടിൽ വന്ന ഏത് ഒബ്ജക്റ്റും, അതായത് ആപ്പിൾ, മാംഗോ, ഓറഞ്ച്, ഇതെല്ലാം നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാം, ഓരോരോ ഒബ്ജക്ട്സ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ദെൻ പിന്നെ നമ്മൾ പറഞ്ഞ ഡാറ്റ അബ്സ്ട്രാക്ഷൻ ആണ്. അബ്സ്ട്രാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരുന്നു, ദ ആക്ട് ഓഫ് റെപ്രസെൻറ്റിംഗ് എസെൻഷ്യൽ ഫീച്ചേഴ്സ് വിത്തൗട്ട് ഇൻക്ലൂഡിംഗ് ബാക്ക്ഗ്രൗണ്ട്, ഷോയിങ് ദ എസെൻഷ്യൽ ഫീച്ചേഴ്സ് വിത്തൗട്ട് ഇൻക്ലൂഡിംഗ് ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസ്. എസെൻഷ്യൽ ഫീച്ചേഴ്സിനെ മാത്രം കാണിച്ച് ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസ് ഹൈഡ് ചെയ്ത് വെക്കണേനെയാണ് എന്തെന്ന് പറയുന്നത്, ഡാറ്റ അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ATMന്റെ എക്സാമ്പിൾ. ദെൻ പിന്നെ പറഞ്ഞത് മോഡുലാരിറ്റി ആണ്. മോഡുലാരിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരുന്നു, എൻക്യാപ്സുലേഷൻ ആണ് നെക്സ്റ്റ്. എൻക്യാപ്സുലേഷൻ എന്ന് വെച്ചാൽ എന്താണ്, റാപ്പിംഗ് ഓഫ് ഡാറ്റ ആൻഡ് ഫങ്ഷൻസ് ഇൻ ടു എ സിംഗിൾ യൂണിറ്റ്. ഡാറ്റേനെയും ഫംഗ്ഷനും സിംഗിൾ യൂണിറ്റിലാക്കുന്ന പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുന്നത്, എൻക്യാപ്സുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ എൻക്യാപ്സുലേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഡാറ്റേനെ പലതിൽ നിന്നും പല കേസിൽ നിന്നും പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഡാറ്റേനെ നമുക്ക് ഏതൊക്കെ രീതിയിൽ ചെയ്യാം, അതിനുവേണ്ടി ഈ ഡാറ്റേനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി 3 ടൈപ്പ് മോഡിഫയേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയായിരുന്നു, പ്രൈവറ്റ്, പബ്ലിക്, പ്രൊട്ടക്റ്റഡ്. Then last we discuss about modularity. Modularity means breaking a large program into small subprogram is known as modularity, and each subprogram is called modules or functions. The programming is known as modular programming. And മനസ്സിലായോ ഇത്രയും? അപ്പം ഇത്രയാണ് ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യണത്. അപ്പം നിങ്ങളിത് നോക്കിയിട്ട് കണ്ടിട്ട് എല്ലാം മനസ്സിലായോ നോക്കുക. മനസ്സിലാവാത്ത ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്യുക. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, ഇനി അസൈൻമെൻ്റ് ആയിട്ട് ചെയ്യേണ്ടത്, ഞാൻ ഇനി വേറെ അസൈൻമെൻറ്റ് തന്നില്ല. അസൈൻമെൻ്റ് ആയിട്ട് ചെയ്യേണ്ടത് ഇതിൻ്റെ നോട്ട് പ്രിപ്പയർ ചെയ്യുക. നോട്ട് പ്രിപ്പയർ ചെയ്തിട്ട് നെക്സ്റ്റ് തേഴ്സ്ഡേക്കുള്ളിൽ എനിക്ക് സബ്മിറ്റ് ചെയ്ത് തന്നെ എല്ലാവരും. ഓക്കെ, ഇനി ഇത് കൂടാണ്ട് അപ്പോൾ എല്ലാവർക്കും ടെക്സ്റ്റ് ബുക്ക് കിട്ടിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്കൊരു എക്സാം നടത്തണം. അതിനെപ്പറ്റി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യണം കേട്ടോ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നെക്സ്റ്റ് ഡേ നമുക്ക് ചാറ്റ് ചെയ്യണ സമയത്ത് അതിനെപ്പറ്റി ഒന്ന് ഡിസ്കസ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.